ഹായ്, ഞാൻ ഷെറിൻ ഡേവിസ്. നിങ്ങൾക്ക് പണം ഉണ്ടാക്കണോ അതോ നിങ്ങൾക്ക് ജോലി ചെയ്ത് മാത്രം ഒരു ശരാശരി ജീവിതം കൊണ്ട് മുന്നോട്ട് പോയാൽ മതിയോ? ഒട്ടുമിക്ക മിഡിൽ ഇൻകം ഗ്രൂപ്പ് ആളുകളും സാലറീഡ് ആയ ആളുകളും ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ എംപ്ലോയീസ് അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പ് ആളുകൾ എങ്ങനെ ഒരു ഹൈ ഇൻകം ഗ്രൂപ്പിലേക്ക് മാറാം? ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് ഓണർക്ക് എങ്ങനെ ഒരു ഹൈ ഇൻകം ഗ്രൂപ്പിലേക്ക് മാറാൻ പറ്റും? അതിന് ഏറ്റവും നല്ല മാർഗം എന്നത് നിങ്ങളൊരു ഇൻവെസ്റ്റർ ആവുക എന്നതാണ്. നിർഭാഗ്യവശാൽ മിഡിൽ ഇൻകം ഗ്രൂപ്പിലെ ആളുകൾ, പ്രത്യേകിച്ച് സാലറിയുടെ ആളുകൾ ചിന്തിക്കുന്നത് ഈ സാലറി കൃത്യമായിട്ട് കിട്ടുന്നതിനെ പറ്റിയും ആ സാലറി കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്ത് ചിലവാക്കുന്നതിനെ പറ്റിയുമാണ്. എന്നാൽ അത് മാറാനുള്ളൊരു വഴി ഞാൻ പറയാം. നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു ചെറിയ തുക ചിലവാക്കാതെ മാറ്റി സേവ് ചെയ്യാൻ പറ്റുകയും നിങ്ങൾക്ക് ആ സേവിങ്സ് പതുക്കെ വലുതാക്കിയും അതിന് ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യിക്കാൻ സാധ്യമായാൽ നിങ്ങൾക്ക് ആ പണം ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെയും സർവീസും പ്രോഡക്ട്സും ജനങ്ങൾക്ക് എത്തിക്കുന്നത് ഇവിടുത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളാണ്. ഈ കമ്പനികൾ തുടങ്ങാനുള്ള മൂലധനം, അതായത് ക്യാപിറ്റൽ, അതെങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? ഇത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുമാണ്. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആരാണ്? അത് പബ്ലിക് തന്നെയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ബാങ്കിൽ നമ്മൾ 6% ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ബാങ്ക് ഈ പറഞ്ഞ കമ്പനികൾക്ക് ലോൺ കൊടുത്ത് കൂടുതൽ പൈസ വാങ്ങിച്ച് കുറച്ച് പലിശ നമുക്ക് തരും. ഇതാണ് ഒരു രീതി. എന്നാൽ ഗവൺമെൻറ് ഇവിടെ ഈ പറഞ്ഞ കമ്പനികൾക്ക് നേരിട്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും പണം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സ്വീകരിക്കാനും അവരെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന അധികാരത്തോടു കൂടി ചേർക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഈ കമ്പനികളുടെ ഷെയറിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുമ്പോൾ നിങ്ങളും ഒരു ഇൻവെസ്റ്റർ ആകും. അപ്പോൾ ആ കമ്പനികൾ ഉണ്ടാക്കുന്ന ലാഭത്തിൽ നിന്ന് നിങ്ങൾക്കും അത് പങ്കാളികളാകാം. ഈ പണി ചെയ്യാനായിട്ട് നിങ്ങൾ ബാങ്കിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ചിന്തിക്കുക. ഈ പറഞ്ഞ രീതിയാണ് കൂടുതൽ ലക്ഷറികളും ഫൈനാൻഷ്യൽ ഫ്രീഡം ഒക്കെ എൻജോയ് ചെയ്യുന്ന റിച്ച് പീപ്പിൾ ചെയ്യുന്നത്. They are very rich and investment winners. We want you to be rich because we are here to create investment winners. Thank you.